അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ. ഹൈറിച്ചിൻ്റെ മുതലാളിമാരും ഹൈറിച്ചിൻ്റെ ലീഡർമാരും ഒക്കെ ഇന്നലെ സന്തോഷിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ സന്തോഷിച്ചതൊക്കെ വെറുതെയായി എന്ന് തെളിയിക്കുന്ന നമ്മളുടെ കോടതി രേഖകൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ നടത്തിയിട്ടുള്ള ദേവൻ രാമചന്ദ്രൻ ജഡ്ജി നടത്തിയിട്ടുള്ള ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ലഭ്യമായിട്ടുണ്ട്. അതിനെ പറ്റിയുള്ളൊരു ക്വിക്കായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആണെന്ന് ഈ വീഡിയോയിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ ഹൈറിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ പൈസ തിരികെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതൊരു ഇല്ലീഗൽ ബിസിനസ്സാണ്, ഇതൊരു മണി ചെയിനാണ് എന്നുള്ളത് വീണ്ടും തെളിയിക്കാനായിട്ടുള്ള രേഖകൾ കൂടുതൽ നമ്മൾക്ക് കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്സ് ആക്ട് പ്രകാരം കഴിഞ്ഞ മാസം അവസാനം തൃശ്ശൂർ ജില്ലാ കളക്ടർ എടുത്തിട്ടുള്ളൊരു തീരുമാനം കൃത്യമാണ് എന്നുള്ളതും, ഡിസംബർ 7-ാം തീയതി ഈ ഹൈറിച്ചിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തീരുമാനം ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു തീരുമാനമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബഡ്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ടുള്ള അവരാണ്. അല്ലാതെ ഈ ഹൈക്കോടതിയിലേക്ക് പെറ്റീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് കളയുമെന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് ദേവൻ രാമചന്ദ്രൻ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഇവരുടെ ദൈനംദിന ചെലവുകൾ നടത്തുന്നതിനായിട്ട് അടുത്ത 10 ദിവസത്തേക്ക്, അതായത് ഇന്നടക്കം 9 ദിവസത്തേക്ക് ചെറിയ രീതിയിലുള്ള വിഡ്രോവൽ സ്വീകരിക്കാമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഈ അക്കൗണ്ടിലേക്ക് യാതൊരുവിധ ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസും ഇതിൽ നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതും വളരെ കാറ്റഗറിക്കലി ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പൈസ നിങ്ങളിതിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പൈസ പോയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്തായാലും പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.